ടാക്സ് വിഷയത്തിനകത്ത് അഫിഡവിറ്റിനകത്ത് ക്ലിയർ അല്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ അതെങ്ങനെ ഫേസ് ചെയ്യുന്നു അങ്ങനത്തെ വിഷയങ്ങൾ? ഞാൻ അത് 4-ാം തീയതി 5-ാം തീയതി വന്നപ്പോൾ പറഞ്ഞതാണ്, എന്റെ ക്യാമ്പയിൻ എപ്പോഴും ഈ പുരോഗതിയും വികസനത്തിന്റെ ഒരു ക്യാമ്പയിൻ ആയിരിക്കും. എന്നിട്ട് ഞാൻ അന്ന് തന്നെ പ്രിഡിക്ട് ചെയ്ത ഞാൻ കോൺഗ്രസിന് ഇപ്പൊ ഞാൻ അറിയാലോ 2014 ഇലക്ഷൻ കണ്ടിട്ടുണ്ട്, അതിന് മുമ്പ് 19 ഇവരൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ്. അവരുടെ പെർഫോമൻസും അവരുടെ ട്രാക്ക് റെക്കോർഡെ പറ്റി ആരൊന്നും പറയാൻ പാടില്ല. അവരിങ്ങനെ ന്യൂ ഇഷ്യൂസ് അങ്ങനെ ലോബി ചെയ്യും. ഞാൻ പറഞ്ഞാൽ മതി, മണിപ്പൂരിനെ പറ്റി ഒരു നോണ, അത് നടന്നില്ലെങ്കിൽ CA മുസ്ലിംസിന് അസൈലും അതിൽ ബാൻഡാണ്, നോണ, പച്ചക്കള്ളം. പിന്നെ ബീഫ് ബാനാവും, അതൊരു അങ്ങനെ ഒരു പ്രോബ്ലം. അങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്യും. എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്, ഞാൻ അതിൽ പെടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കോർട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷൻ പോവും, പ്രൂവ് ചെയ്യൂ. ഞാൻ എന്തിനാ അതിന് ഡിബേറ്റ് ചെയ്ത് പങ്കെടുക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ക്ലീൻ ചെയ്യും. എൻ്റെ ടാക്സ് റിട്ടേൺ ടാക്സ് റിട്ടേൺ ആണ്. എൻ്റെ ടാക്സ് റിട്ടേണിൽ 689 റുപ്യ ആണെങ്കിൽ ആ കൊല്ലം ഞാൻ മിനിസ്റ്ററിന്റെ സാലറി മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ കിട്ടുന്നുള്ളൂ. അതാണ് ഫാക്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ നെറേറ്റീവിൽ അത് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചെയ്യുക, കോർട്ടിൽ പോവുക, EC-യിൽ പോവുക, പറയാ. എന്നിട്ട് എന്നെ വെറുതെ ഡിഫെയിം ചെയ്യാൻ നോക്കിയ, ഇന്നലെ പറഞ്ഞല്ലോ ശശി തരൂർ ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് സൂപ്പ് ഒഴിക്കുന്നു വിചാരിക്കണ്ട. എന്നെ അങ്ങനെ ക്രിമിനൽ ഡെഫമേഷൻ എല്ലാം ചെയ്ത അതിന്റെ കോൺസിക്വൻസസ് അണ്ടർ ലോ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഷോ യു ദ കോൺസിക്വൻസസ്. ഫൈറ്റ് ഫെയർലി, ഫൈറ്റ് ഓൺ ഇഷ്യൂസ്. ഈ ഇലക്ഷൻ മത്സരം ഇഷ്യൂസിന് ഫൈറ്റ് ചെയ്യണം. താങ്കൾക്ക് 15 കൊല്ലം ഇഷ്യൂസ് ഇല്ലെങ്കിൽ, നിങ്ങളുടെ റെക്കോർഡ് ഭയങ്കര ഒരു അപ്പോളജറ്റിക് റെക്കോർഡാണെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്ത് നുണ പറയാൻ ശ്രമിച്ച അതിന്റെ കോൺസിക്വൻസസ് ഞാൻ ചെയ്യും. അതൊരു ജനങ്ങളുടെ മുന്നിൽ ധൈര്യമായിട്ട് പറയും, ഞാൻ ഇതിനെ പേടിക്കുന്നില്ല. അല്ലെ, വളരെ, അതായത് ഇത് ജനങ്ങളെ അവര് ബ്രെയിൻ വാഷ് ചെയ്യും എന്നുള്ളൊരു പേടിയില്ല, അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ആരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പോകുന്നു? ഇവര് മാസ്റ്റർ ഓഫ് ലൈസ് ആൻഡ് മാസ്റ്റർ ഓഫ് ഫോർജറി. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഇവരാണ് ഇപ്പോ സത്യത്തിനെ പറ്റി പറയാൻ പോകുന്നത്. ഞാൻ 18 കൊല്ലമായിട്ട് പോളിറ്റിക്സിൽ വിത്തൗട്ട് ഒരു ബ്ലെമിഷും ഒരു ബ്ലാക്ക് മാർക്ക് ഉള്ള ആളാണ്. എന്നിട്ട് ഞാൻ ബിസിനസ്സിന് വന്ന ഓൺട്രപ്രണറെ, ഒറ്റ ബ്ലാക്ക് മാർക്ക് ഒരു ബ്ലെമിഷ് ഇല്ലാണ്ട് എൻ്റെ പബ്ലിക് ലൈഫ്. എന്നിട്ട് ഇവര് എത്രയോ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ട്രൈ ചെയ്യേണ്ടതല്ല, എത്രയോ ചെയ്തിട്ടുണ്ട്. 2G സ്കാം മുതൽ ഇന്ന് വരെ എത്രയോ അവർ ഇൻവെൻഡേഴ്സും ഇതും എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിന്റെ അഗേൻസ്റ്റ്, എൻ്റെ ഫാമിലിന്റെ അഗേൻസ്റ്റ്. അത് ചെയ്യും, അത് പാർട്ട് ഓഫ് പോളിറ്റിക്സ് ആണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒന്നുമില്ല. അവർ ചെയ്തോട്ടെ, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഞാൻ അതിൽ എനർജിയും ടൈം വേസ്റ്റ് ചെയ്യില്ല. ബട്ട് ഓൺലി എന്നെ ക്രിമിനലി ഡിഫെയിം ചെയ്താൽ ഞാനത് റെസ്പോണ്ട് ചെയ്യും.